എൻ്റെ വാർഡിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സ്യബന്ധനം നടക്കുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം 1047 വള്ളങ്ങൾ എല്ലാ ദിവസവും ഇവിടുന്ന് കടലിൽ പോകാറുണ്ട്. അതിൻ്റെ വാർഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് 9 പഞ്ചായത്തുകളായിട്ട് ഒരു ഫിഷ് വില്ലേജ്, ഇൻറ്റിഗ്രേറ്റഡ് മോഡൽ ഫിഷ് വില്ലേജ് എന്ന പ്രൊജക്റ്റ് ഉണ്ട്. അത് 60% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും 40% കേരള ഗവൺമെൻറ്റിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഏകദേശം 7.2 കോടി രൂപ ചെലവഴിച്ചാണ് മത്സ്യമേഖലയിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് നമ്മൾ ഈ ഇടയ്ക്കൊരു ഫിഷ് വില്ലേജിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രൊജക്റ്റിൽ ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഒന്ന് പറയാം. ഒന്ന്, മത്സ്യമേഖലയ്ക്ക് വേണ്ടി ഒരു ഫിഷ് ലാൻഡ് സെൻറ്റർ, ഓൾറെഡി ഒരു ഫിഷ് ലാൻഡ് സെൻറ്റർ ഇവിടെ ഉണ്ട്. അതിപ്പോൾ നിലവിൽ അത് നശിച്ചു കിടക്കുന്ന സാഹചര്യത്തിലാണ്. അതൊന്ന് റിനോവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ വരുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല ജൂൺ ജൂലൈ മത്സ്യമുള്ള സമയങ്ങളിൽ ധാരാളം അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം മേടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനും ബാത്റൂം സൗകര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നിലവിലെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അപ്പോൾ ആ ബാത്റൂമിന്റെ നവീകരണം, അതുപോലെ തന്നെ ഫിഷ് ലാൻഡിന്റെ നവീകരണം, അതുപോലെ തന്നെ ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗിക്കുന്ന ബോട്ട് അതിന്റെ മെഷീനറി റിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം ദൂരം പോകേണ്ടതുണ്ട്. അതിന് റിപ്പയർ സെന്റർ, അത്തരത്തിൽ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ ഇവിടെ ഇത്രയധികം വാഹനങ്ങൾ പറഞ്ഞ ഒരു വാഹന സൗകര്യമുണ്ട്, സൗകര്യക്കുറവുണ്ട്. അതിന് റോഡും ആ പ്രൊജക്റ്റിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം അത് പ്രൊജക്റ്റ് ഏകദേശം എമൗണ്ട് വരുന്നത് 1,58,00,000 ഒരു പ്രൊജക്റ്റാണ്. അതിന് പുറമെ ഈ OBM റിപ്പയർ സെന്റർ, അതിനും കൂടി ഏകദേശം 65 ലക്ഷം രൂപ അതിന് ചെലവഴിച്ചിട്ടാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതിന് പുറമെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ നമ്മുടെ തീരദേശത്ത് മത്സ്യം കുറവുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ നമ്മൾ പാര് എന്ന് പറയും മലയാളത്തിൽ, അത് കടലിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഏകദേശം നമ്മുടെ പ്രദേശത്തും അത്തരത്തിലുള്ള ഒരു മൊഡ്യൂൾസ് ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 150ഓളം മൊഡ്യൂൾസ് ആണ്. അതിൽ ദൂരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 10 to 15 മീറ്റർ ആഴത്തിലുള്ള പ്രദേശത്ത് പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ഏകദേശം അതിന്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് മന്ത് ഇപ്പോൾ എറണാകുളത്ത് മാത്രമാണ് അത് പ്രോസസ്സ് കഴിയാത്തത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അത് സമ്മതിച്ചിട്ടില്ല എന്നാണ് അറിവ്. ആ പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കേരളത്തിന്റെ അകത്ത് 9 ഗ്രാമപഞ്ചായത്തുകളായിട്ട് ഇത്തരത്തിലെ മൊഡ്യൂൾസ് ഷിപ്പിൽ വന്ന് ഇടുന്നതാണ് അത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മാസം അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടുമ്പോൾ അവിടെ മത്സ്യ കൂടുതൽ വന്ന് നിൽക്കുകയും അവിടെ പരാഗണം ഉണ്ടാവുകയും മത്സ്യം സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും. അതൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ്. അത് ഗോവയിലോ ആന്ധ്രയിലോ ചെയ്തിട്ട് നല്ലൊരു അഭിപ്രായമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അത് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ അകത്ത് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം 9 പഞ്ചായത്തുകളിലായിട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൊജക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികളും അതിനോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ തന്നെയാണ് സ്ഥലം കണ്ടെത്തി തന്നതും അവിടെ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞത്. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആളുകളും ഓഫീസേഴ്സും ഒക്കെ വന്നിട്ടാണ് അത് നിക്ഷേപിച്ചത്. അത്തരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ സാഹചര്യങ്ങളും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം ഇപ്പം നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിലൊരു വേറൊരു പ്രൊജക്റ്റ് ഉള്ളത്, സ്വാഭാവികമായിട്ട് ഒരു സുനാമി വന്നു. അപ്പോൾ ഈ സുനാമി വന്ന സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് ദുരിതാശ്വാസ ക്യാമ്പ് എന്ന രീതിയിലേക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളൊരു GMLP സ്കൂളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പിന് വേണ്ടിയിട്ട് ഏകദേശം 90 ലക്ഷം രൂപ അതിന് ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞു. അത് അടുത്ത മാസം തന്നെ അത് ടെൻഡറിന് പോവും. അത്തരത്തിലേക്ക് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോളനി ഉണ്ട്, പൂർണ്ണമായിട്ടും മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന കോളനിയാണ്. ഏകദേശം 26 കുടുംബങ്ങളുണ്ട്. 26 കുടുംബങ്ങളിൽ ആ കോളനിയിൽ 1972 നിർമ്മിച്ച കോളനിയായിരുന്നു. അതിനുശേഷം ആ കോളനിക്ക് പട്ടാ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിൽ നിന്നും ഒരു ആനുകൂല്യം അവർക്ക് കഴിഞ്ഞ 50 വർഷമായിട്ട് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കോളനി എന്ന് വെച്ചാൽ രണ്ട് കോളനികൾ അവർ ഡിപ്ലക്സ് എന്ന് പറയും,
ഒരു കോളനിയിൽ 2 വീട് എന്ന രീതിയിൽ അത് പൂർണ്ണമായിട്ട് പൊളിച്ചു പണിയുക. 26 വീടുകൾ പൂർണ്ണമായിട്ട് പണിയാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. അത് നമ്മൾ ഇതുപോലെ തന്നെ ഈ മാർച്ച് 30-നുള്ളിൽ അതൊരു ടെൻഡർ ചെയ്യുന്നതാണ്. ഏകദേശം 2 കോടി രൂപയാണ് ഗവൺമെന്റ് അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സീ ഫുഡ് കഫ്റ്റീരിയ നമ്മുടെ പ്രദേശത്ത് നിൽക്കുന്ന കുറെ സ്ത്രീകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യകൾ. നമുക്കറിയാം, ഞാൻ കൂടുതൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രദേശത്തെ കാര്യങ്ങൾ. വെച്ചാൽ 6 മാസം കടലിൽ പണി ഉണ്ടാവും, ബാക്കി 6 മാസം കടലിൽ പണി ഉണ്ടാവും, ചെറിയൊരു പണിയായിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടൊരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ അത് നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല. അപ്പോൾ അവരെ സ്ത്രീകൾക്ക് ഒരു കൈത്താങ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരു പ്രൊജക്ട് വേറെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. സീ ഫുഡ് കഫ്റ്റീരിയ ഏകദേശം 2 സീ ഫുഡ് കഫ്റ്റീരിയകളാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇത് 25 ലക്ഷം രൂപ ചെലവാക്കി, എന്ന് വെച്ചാൽ 50 ലക്ഷം ചെലവായിക്കൊണ്ട് 2 സീ ഫുഡ് കഫ്റ്റീരിയ. അത് പൂർണ്ണമായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാരാണ് അതിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മളൊരു ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് അനുമതി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സീ ഫുഡ് കഫ്റ്റീരിയകൾ നമ്മളിവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പൊ മിനിമം 10 പേര് എന്ന് വെച്ചാൽ എങ്ങനെയാണോ ഈ സീ ഫുഡ് കഫ്റ്റീരിയ വലുതാവുന്ന അനുസരിച്ചിട്ട് നമുക്ക് ആളുകൾ എണ്ണം കൂട്ടാം. എണ്ണം കൂട്ടുമ്പോൾ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യയാണ്, എന്ന് വെച്ചാൽ ക്ഷേമനിധിയിൽ അംഗത്വം ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ആ രീതിയിൽ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കൂടി ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. സ്വയം പര്യാപ്തരാവുക സ്ത്രീകൾ എന്ന രീതിയിലേക്കാണ് ഞങ്ങൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഒരു പ്രൊജക്റ്റും കൂടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ആംബിയൻസ് ടൂറിസ്റ്റ് പ്രൊമോഷൻ എന്ന രീതിയിലേക്ക്. ഇപ്പോൾ പഞ്ചവടി ബീച്ച്, നമ്മുടെ പഞ്ചവടി ബീച്ചിന്റെ അകത്ത് ഇപ്പോൾ ഒരു ഫാം വില്ല എന്നൊരു പ്രൊജക്ട് ഉണ്ട്. അതുപോലെ തന്നെ മറൈൻ ബെൽറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് ഒരു ആളുകൾക്ക് വന്നിരിക്കാം, ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി നല്ല മരങ്ങൾ എന്ന് വെച്ചാൽ ബാംബു വുഡ്സ് പോലത്തെ, അതുപോലെ തന്നെ അട്രാക്റ്റീവായ വൃക്ഷങ്ങൾ വെച്ചുകൊണ്ട് വേറൊരു ആംബിയൻസിലേക്ക്, ഒരു ടൂറിസ്റ്റിന് ഇരിക്കാനും അതുപോലെ സ്പെൻഡ് ചെയ്യാനും ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് ടൂറിസ്റ്റ് പ്രൊമോഷൻ എന്ന രീതിയിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ഇത് വെച്ചിട്ടുണ്ട്. അതിന് മരങ്ങൾ ഫോറസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെ മരങ്ങളെ വേണ്ടതുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. അതിനും ഏകദേശം 35 ലക്ഷം രൂപയാണ് ഞങ്ങൾ ചെലവാക്കുന്നത് ഇത്ര ഒരു ലാൻഡ്സ്കേപ്പിൽ ചെയ്യാനോ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഏകദേശം 7.2 കോടി രൂപയുടെ പ്രൊജക്ട് ഞങ്ങൾ ഈ മാർച്ച് 30-ന് മുന്നേ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങും. ഏകദേശം അതിന്റെ കാലാവധി ഒരു 6-7-8 മാസം കൂടി ഞങ്ങൾക്കുണ്ട്. എന്നാലും അടിയന്തരമായിട്ട് അത് ചെയ്യും. ഈ ഫിഷ് ലാൻഡ് സെന്ററിന്റെ ഏകദേശം ടെൻഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം തന്നെ അതിന്റെ ഒരു ഉദ്ഘാടനം വെച്ചുകൊണ്ട് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതാണ് മത്സ്യമേഖലയിൽ പുതിയതായിട്ട് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത കുറച്ച് പ്രൊജക്റ്റുകൾ. പിന്നെ ഇവിടുത്തെ മത്സ്യമേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മത്സ്യം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതിന് പല കാരണങ്ങളുമാണ്. ഇപ്പോൾ കൂടുതലും ഈ അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കാരണം 40 വർഷമായിട്ടൊക്കെ മത്സ്യമേഖലയിൽ നിൽക്കുന്ന ആളുകൾ അതിന് ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ അതിന് പുറമെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ ഒരു മാലിന്യമാണ്. മാലിന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത്, എൻ്റെ പ്രദേശത്ത് തന്നെ ഒരു കനാൽ പോകുന്നുണ്ട്. ആ കനാല് കൂടുതലും എന്താ പറയുക വേസ്റ്റുകൾ, കുപ്പികളും വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് അത് കടലിലേക്ക് പോവാം. അപ്പോൾ വേലിയേറ്റ സമയത്ത് ഉണ്ടാവും. വേലിയേറ്റ സമയത്ത് കടൽ കയറി വെള്ളം കയറും. അതേപോലെ വേലിയിറക്കത്തിന് ഇത് മൊത്തം വേസ്റ്റ്, ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കടലിലേക്ക് പോവാണ്. ഇത് ശരിക്കും ബാധിക്കുന്നത് മീനുകളെ ബാധിക്കുന്നുണ്ട്, ആമയെ ബാധിക്കുന്നുണ്ട്, കല്ലാമയെ ബാധിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ മത്സ്യത്തൊഴിലാളികളെ വലകളെ ബാധിക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് പ്ലാസ്റ്റിക് നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ഏരിയയും കൂടി ഇതാണ്. അതിന് പുറമെ എൻ്റെ വാർഡിലൊന്ന്, അതുപോലെ തന്നെ തൊട്ടടുത്ത 2 വാർഡുകളിലായിട്ട് ഇത്തരത്തിലുള്ള അർപ്പച്ചാലുകളുണ്ട്. ഇതിലൂടെ നല്ല പ്ലാസ്റ്റിക് മാലിന്യം കടലിലേക്ക് പോകുന്നുണ്ട്. അതിന് നിയന്ത്രിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പുതിയ ഞങ്ങൾ വന്നിട്ട് അത്തരത്തിൽ നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അതിനെന്തായിട്ടില്ല, ഇത് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അത് പ്രശ്നം ബാധിക്കുന്നത് തൊട്ടടുത്ത് 1 കിലോമീറ്റർ പോയ ഒരു കനോലി കനാലുണ്ട്. ഈ കനോലി കനാൽ തീരത്ത് കുറച്ചധികം വേസ്റ്റ് എന്ന് വെച്ചാൽ ഈ കനോലി കനാലിനെ കുറിച്ച് അറിയാം. നമ്മുടെ പുതുവന്നാനി മുതൽ ചേച്ചു വരെ ഉള്ളൊരു കനോലി കനാൽ നിലവിൽ ഇതിലൂടെ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ വേസ്റ്റുകളും എപ്പോഴും വേസ്റ്റ് ആയി കിടക്കുന്ന ഒരു കനാലാണത്. ആ വേസ്റ്റ് ഫുള്ളായിട്ട് കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വേസ്റ്റ് ശരിക്കും അതിലൂടെ വിഷങ്ങൾ അതിന്റെ കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ മീൻ കുറയാനുള്ള സാഹചര്യം അങ്ങനെ ഉണ്ടാവുന്നുള്ളതാണ്. അതിന് പുറമെ ഉള്ളത് ഇവിടെ ഇപ്പോൾ ലൈൻലാൻഡ് പോലുള്ള ചെറിയ ചെറിയ ബോട്ടുകളും ലൈൻലാൻഡുമാണ്. അതിന് പുറമെ വലിയ ബോട്ടുകൾ വന്നിട്ട് അവിടെ തന്നെ ചെറിയ മീനുകൾ പിടിക്കുക. ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചോളം ഒരു ചെറിയ മീന് അളവ് കുറഞ്ഞാൽ
അത് വന്നിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോയി അവരെ ബോട്ട് കസ്റ്റഡിയിൽ വെക്കുക, പിന്നെ 2 ആഴ്ച കൊടുക്കാതിരിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പല ജില്ലയിലും അങ്ങനെയല്ല. തൃശ്ശൂർ ജില്ലയിൽ അത് സ്ട്രിക്റ്റ് ആയി ചെയ്യുന്നതുകൊണ്ട് ഈ ആളുകൾക്ക് അത് പിടിക്കാൻ ഒരു പേടിയുണ്ട്. സ്വാഭാവിക നിയമപരമാണ്. പക്ഷെ ആ നിയമം ലംഘിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇത്ര വലിയ വലിയ വഞ്ചികൾ വന്നിട്ട് അവർ തന്നെ ചെറിയ മീനെ പിടിക്കുക, അവർ തന്നെ അതിനെ അവിടെ തന്നെ മിഷനറി ഉപയോഗിച്ചിട്ട് അതിനെ എന്താ ചെയ്യുക, ജ്യൂസ് രൂപത്തിലാക്കിയിട്ട് കടലിലേക്ക് ഒഴുക്കുകയാണ്. അപ്പോൾ അത് പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഉണ്ടാവില്ല. അങ്ങനെ വലിയ മത്സ്യബന്ധനക്കാർ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് അതിന് നമ്മൾ നിരന്തരമായുള്ള പരാതി നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കാറുണ്ട്. എങ്കിലും ഇപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ചെറിയ 2-3 പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. തുടർന്ന് അത്തരത്തിൽ അവർ അങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇത് പറയാനുള്ളത്. ഇവിടുത്തെ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിലവിലെ കടൽ ഇപ്പോൾ ബാക്കിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞാനൊരു 20 വർഷം മുന്നേ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കളിക്കുമ്പോൾ ഏകദേശം ഈ ഭാഗം ഇവിടെയൊക്കെ കടലായിരുന്നു. ദെൻ ഇപ്പോൾ ഏകദേശം ഒരു 100 മീറ്ററിന് മേലെ തന്നെ കടൽ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ CR പരിധി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതിലിപ്പോൾ 50 മീറ്ററാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏകദേശം 50 മീറ്ററിൽ ഇവിടെ ഒക്കെ അൺസർവേഡ് ലാൻഡായിട്ടാണ് കിടക്കുന്നത്. സർവേഡ് ലാൻഡ് കിടക്കുന്നത് 200 മീറ്ററിന് മേലായിട്ടാണ്. അപ്പോൾ അത്രയും കടൽ ബാക്കിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ് കുറച്ച് നാൾക്ക് 2019 ശേഷമുള്ളൊരു കണക്കാട്ടാണ് ഞാൻ പറഞ്ഞത് ഈ CR.